ഞങ്ങളിതാ ഇപ്പോൾ ഉള്ളത് പോസ്റ്റ് ഓഫീസിലാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു സ്പെഷ്യൽ ഓർഡർ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓർഡർ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓർഡർ എന്തുവാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓർഡർ റിസീവ് ചെയ്യാൻ വേണ്ടി എൻ്റെ കൂടെ ടുണ്ടുമോളും ഇവയും കൂടി വന്നിട്ടുണ്ട്. കാരണം അവർക്കുള്ളൊരു ഓർഡർ കൂടിയാണത്. ഇതേ പോസ്റ്റ് ഓഫീസിൽ നിന്ന് റിസീവ് ചെയ്യാൻ വേണ്ടി എൻ്റെ പിള്ളേർ നേരിട്ടിങ്ങ് വന്നേക്കുക. രണ്ടുപേരും ഉണ്ട്. ഇത് എന്ത് വായിക്കറിയാവോ? വായിച്ചു നോക്കിയേ. അറിയാവോ? അക്ഷരാഭ്യാസമല്ല തന്നെ കളിയാക്കണം. വായിച്ചു നോക്കുക. ഇന്ത്യ ഗ്രേറ്റ് ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യക്കുള്ളതാ. അതായത് അമേരിക്കൻ യൂറോപ്പിന്റെ എക്സ്ട്രാ വീട്ടിൽ കൊണ്ടായാലും ആവശ്യമാണ്. ഞങ്ങള് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ അൺബോക്സിംഗ് ഒക്കെ ബാഹുവിനെ വെച്ച് ചെയ്യും. പിന്നെ മന്ത്രങ്ങൾ പിടി പിടി പിടി. അയ്യോ മറ്റേ എന്നാ മോനെ ഇവിടെ തിന്നുന്നേന്ന് മനസ്സിലായി. ഇങ്ങനൊക്കെ ആക്കുന്നു. എന്നാ പിടിച്ചേ. രണ്ടാമച്ച് പൊട്ടി തരാം. അവിടേക്ക് അവിടെ കണ്ടൊരു കത്രിക ഉണ്ടായിരുന്നു. ഇത് അപ്പൊ നമുക്കിത് വന്ന സാധനമാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ പൊട്ടിന് മനസ്സിലായിട്ട് അത് കഴിക്കുന്നതെന്ന്. ഇത്രയൊക്കെ ബുദ്ധിയൊക്കെ ഉണ്ടോടാ നിനക്ക്? അവൻ പറയാ എന്റെ കൂട്ടൊരു പോട്ടയാണ് അതിൽ ഇരിക്കുന്നത്. ശരിക്കും അത് ഇന്ത്യയാണ്. നമ്മുടെ നാടൻ നായ ആണ്. പക്ഷെ ബാഹുവിന്റെ കൂട്ടുണ്ട് അതിലെ പടം കാണാൻ. കണ്ടില്ലേ? ആണോ ബാഹു? നിൽക്കുന്നടാ മണ്ടൻ. ഇത് അപ്പൊ ഇതാണ് നമുക്ക് ഇന്ന് വന്നൊരു പ്രോഡക്റ്റ്. ഇത് ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചൊരു സാധനമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വെറ്റിനറി ഷോപ്പുകളിൽ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയപ്പം അവിടുത്തെ ഡിസ്പ്ലേയിലൊക്കെ ഇതിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇറങ്ങി എന്നുള്ളത്. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്ത് ജസ്റ്റ് നോക്കിയായിരുന്നു ഇത് കേട്ടോ. ഗ്രേറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബിസ്ക്കറ്റ് ആണിത്. അതായത് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി പോയപ്പോൾ അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാ. ഇത് കണ്ടിട്ട് രസം തോന്നി വാങ്ങിച്ചുകൊണ്ട് വന്നതാ. ഇത് നമ്മുടെ പാർലേജി ഒക്കെ പോലെ 10 രൂപയ്ക്ക് കിട്ടുന്ന ബിസ്ക്കറ്റ് പോലെ. ഇതിന്റെ വില 20 അല്ലേ? 20 അല്ലേടാ? ഇതിന്റെ വില 20. അപ്പൊ നമ്മൾ ഈ വഴിയിലൊക്കെ നമ്മൾ നാടൻ പട്ടികളൊക്കെ കാണുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ചെയ്യുന്നത് പാർലേജി വാങ്ങിച്ചു കൊടുക്കല്ലേ. പിന്നെ ബിസ്ക്കറ്റ് തിന്നുന്ന ശീലമുള്ള പട്ടികളും ഉണ്ട്. എന്നോട് ചേച്ചിമാരൊക്കെ പറയാറുണ്ട് രാവിലെ ആകുമ്പോൾ അവന് ബിസ്ക്കറ്റ് വേണം എന്നൊക്കെ ഉള്ളത്. അന്നേരം എല്ലാവരും പാർലേജിയും മറ്റേ ഇതും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. പറ്റുമോനെ വാങ്ങിച്ചു കൊടുക്കാറ്. അപ്പൊ ഇത് കറക്റ്റ് ഡോഗ്സിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ചു കൊടുക്കാം. നമ്മുടെ പാർലേജി ഒക്കെ പോലെ 20 രൂപയാണ് ഇതിന്. എന്റെ ഇവ ഒലിപ്പിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തടാ. ഞങ്ങളുടെ ഇവയൊക്കെ ഇവിടെ നിന്ന് ഒലിപ്പിക്കുകയാണ്. അപ്പം ഇത് ഹ്യൂമന് തിന്നാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നൈഷ ഇത് ഞാൻ നേരത്തെ വാങ്ങിച്ച കേട്ടോ. അന്ന് കൊടുക്കാൻ കൊണ്ടുവന്നത്. ശരിക്കും ഞാൻ വാങ്ങിച്ച ബാഗിൽ തന്നെ ഇട്ടിരുന്നു. നമ്മൾ പുറത്തൊക്കെ ഒലിപ്പിക്കണ്ട. എന്നാ ഇതൂടെ കൊണ്ടുപോകും. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നാടന്മാരെയൊക്കെ കാണുമ്പോഴത്തേക്ക് കയ്യിൽ എപ്പോഴും ഓർക്കും എന്തെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ. കാരണം ഡ്രൈ ഫുഡ് നമ്മൾ എടുത്തിടും. പക്ഷെ എല്ലാ ഡോഗ്സും ഡ്രൈ ഫുഡ് തിന്നാറില്ല. പക്ഷെ ബിസ്ക്കറ്റ് തിന്നാറുണ്ട്. എന്നാ ഉമ്ര? അപ്പൊ ഊമ്രക്ക് അന്ന് വാങ്ങിച്ചത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര മധുരമില്ല കേട്ടോ അതിന്. ലൈറ്റ് മധുരമുള്ളു. കൊള്ളാം. ഓട്സും സ്ട്രോബെറിയാണ് ഇതിന്റെ ഇതായിട്ടുള്ളത്. ഇതിന്റെ അത് പിന്നെ ഞാൻ എടുത്ത് പറയുന്നത്. അറ താഴെ പോയി തിന്ന്. കൊള്ളാം. മോന് വേണോ? അത് അമ്മച്ചി എടുത്തോട്ടെ. ഞങ്ങളുടെ ബാഹു ഇത് തിന്നിട്ട് നമ്മൾ പറയത്തില്ലേ ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് എന്നൊക്കെ പറയുന്നല്ല. ഇത് വെച്ച് എന്തൊക്കെ കൊള്ളാവോ ബാഹു? സൂപ്പർ സാധനം. ഇതെടുക്കുവാണോ? സാധാരണ നമ്മൾ 10 രൂപ പാർലേജി ബിസ്ക്കറ്റാണ് വാങ്ങിച്ചോളൂ. അങ്ങനെ അധികം കൊടുക്കാറില്ല. ബിസ്ക്കറ്റ് കൊടുത്താൽ ശരിയല്ലെന്ന് കേട്ടിട്ടുള്ളതുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വിശ്വസിച്ച് വാങ്ങിച്ചു കൊടുക്കാം. ഇവർക്ക് വേണ്ടി തന്നെ വരുന്നതാണ്. 45. ഇതിന് 2 ഫ്ലേവർ ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഞാൻ 2 ഫ്ലേവറാണ് വാങ്ങിച്ചത് തോന്നുന്നു. നല്ല ഓറഞ്ചിന്റെ ഫ്ലേവർ ഉണ്ട്. ഒരെണ്ണം മാംഗോ, ഓറഞ്ച് ആൻഡ് പൈനാപ്പിളിന്റെ ഫ്ലേവറോട് കൂടിയ ഒരു സാധനമാണ്. പാക്ക് ഓഫ് തീറ്റിയാണ് ഇത് വന്നിരിക്കുന്നത്. രസമുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ട്. ഇതിപ്പോ നമ്മുടെ ഇരിക്കുന്നതായിരിക്കും. അത് തന്നെ. ഇതാണ് ഇപ്പൊ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ അന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത്. സ്ട്രോബെറി മിൽക്ക് ആൻഡ് ഓട്സ്. കൊള്ളാം. സെറ്റപ്പ് കൊള്ളാം.